ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ ഇവയെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. ഈശോ സത്യം തുറന്നു പറഞ്ഞപ്പോൾ വിഷമിക്കുന്ന ശിഷ്യന്മാരെ വചനത്തിൽ നമ്മൾ കാണുകയും, സത്യം തുറന്നു പറഞ്ഞപ്പോൾ അത് ഗ്രഹിക്കുവാനായിട്ട് മനസ്സിലാക്കാതെ നിരാശപ്പെട്ട് വേദനിച്ച് കഴിയുന്ന ശിഷ്യന്മാര് ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ സമൂഹത്തില് പലപ്പോഴും ആരെയും വേദനിപ്പിക്കാനായിട്ട് നമുക്കിഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ എന്നാ എടുക്കും? സത്യം പറയത്തില്ല, കള്ളം പറയും, മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എന്നാല് ഇന്നത്തെ വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നത്, നീ മനുഷ്യനെ പ്രീതിപ്പെടുത്തേണ്ടവനല്ല, മറിച്ച് സത്യം തുറന്നു പറയുവാനായിട്ട് നിനക്ക് സാധിക്കണം. നീ സത്യം പറയുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവൻ വേദനിച്ചേക്കാം, പക്ഷെ നീ സത്യം പറയാതെ അവനെ പ്രീതിപ്പെടുത്തുമ്പോൾ ദൈവസന്നിധിയിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ പ്രീതിപ്പെടുത്തേണ്ടത് മനുഷ്യനെയല്ല, ദൈവത്തെയാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ദൈവം പറയുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തില് പെരുമാറാനായിട്ട്, ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും മനുഷ്യനെ പ്രീതിപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ച് ജീവിക്കുന്നത് കൊണ്ട് സത്യം പറയാതെ മനുഷ്യന് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ച് പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മളൊക്കെ മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് സ്ഥാനമില്ലാതായി പോവുക. തെറ്റ് കണ്ടാൽ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്നെന്താ ചെയ്യുന്നത്? സൗഹൃദം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് തെറ്റാണ് എന്ന് പറയാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ല, മറിച്ച് അവരുടെ തെറ്റിനെയും ന്യായീകരിച്ചുകൊണ്ട് അവന്റെ ഒപ്പം നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്വയമുള്ളവർ, ഇത് വലിയൊരു തെറ്റാണ്. അതുകൊണ്ടാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത്, തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് നീ തയ്യാറാവണം. നീ ഒരിക്കലും മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്ന വ്യക്തിയായിരിക്കരുത്. സത്യം എപ്പോഴും തുറന്നു പറയുവാനായിട്ട് നിനക്ക് സാധിക്കണം. സത്യം പറഞ്ഞാല് ചില സൗഹൃദങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം, ചില ബന്ധങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ ദൈവത്തിന്റെ മുൻപിൽ നിനക്ക് വിലയുണ്ടാവും. ദൈവം നിന്നെ സ്വീകരിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സത്യം പറയുന്നവരാകാം. മറ്റുള്ളവരുടെ സ്ഥാനമാനത്തിനും അംഗീകാരത്തിനും വേണ്ടി ഒരിക്കലും കള്ളം പറയാതിരിക്കാനായിട്ട്, എപ്പോഴും സത്യം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിലകൊള്ളുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.